വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. മാർക്കോ റുട്രസ് നാറ്റോ തലവൻ. നാറ്റോ തലവൻ ഇപ്പോ രംഗത്തെത്തിയിരിക്കുകയാണ്. നാറ്റോ തലവന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ ബ്രിക് രാജ്യങ്ങളാണ്. ബ്രിക് രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ 3 രാജ്യങ്ങളെ അയാൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അത് 3ഉം ബ്രിക്സിൽ വരുന്ന രാജ്യങ്ങളാണ്. ട്രംപ് ആദ്യം ഭീഷണിപ്പെടുത്തി നോക്കി. ട്രംപിന്റെ ഭീഷണിക്ക് പുല്ലുവില കൊടുത്ത് നമ്മൾ കൃത്യമായി മുന്നോട്ട് പോയി. അതിനുശേഷം ഇയാൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇയാള് വന്നിട്ട് ഇന്ത്യയും ഭീഷണിപ്പെടുത്തുന്നുണ്ട്, ബ്രസീലിനെയും ഇപ്പോൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. റഷ്യയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തിനാണ് ഇയാൾ ഭീഷണിപ്പെടുത്തുന്നത്? ഈ നാറ്റോ രാജ്യങ്ങൾ ഭീഷണിപ്പെടുത്തിയാൽ നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? ഇയാളുടെ ഭീഷണിയുടെ ഉദ്ദേശം നമ്മളും റഷ്യയും തമ്മിലുള്ള ബന്ധം തകർക്കലാണോ? ഇതിന്റെ പിന്നിൽ അമേരിക്കയാണോ? എന്താ തോന്നുന്നത്? അപ്പൊ ഈ റുട്ടയുടെ ഈ പ്രസ്താവനയോടനുബന്ധിച്ച് ഞാനൊരു 3 തലക്കെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തയുടെ, ഇന്നും ഇന്നലെയും 4 ദിവസം മുമ്പ് വന്ന വാർത്തയുടെ തലക്കെട്ട് പറയും. ഈ മാർക്ക് റുട്ടെ ഇതിനു മുമ്പ് ഒരു പ്രസ്താവന ഉണ്ടെങ്കിൽ നമ്മളത് ഈ വേദിയിൽ വെച്ച് തന്നെ അത് അനാലിസിസിന് വിധേയമാക്കും ചർച്ച നടത്തുകയും ചെയ്തതാണ്. അന്ന് റുട്ടെ പറഞ്ഞത്, നാറ്റോ രാജ്യങ്ങൾ കരുതിയിരിക്കുക, ഒരു 3ാം ലോക മഹായുദ്ധം ഏത് നിമിഷവും ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങളുടെ ആയുധങ്ങളെല്ലാം സംഭരിച്ച് തയ്യാറായിരിക്കണം. അത് റഷ്യയും നമ്മളുമായിട്ടായിരിക്കും അടിക്കുന്നത്. ഒരു സൈഡിൽ ചൈന തായ്വാനെ ആക്രമിക്കും എന്ന് അദ്ദേഹം 4 ദിവസം മുമ്പായിരുന്നു ഈ മാർക്കോ റുട്ടെ പറഞ്ഞത്. റഷ്യ അതിനെ തള്ളിക്കളയുകയും ചെയ്തിരുന്നു. അതായത് അന്ന് അയാൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: തായ്വാനെ ചൈന ആക്രമിക്കും, അതേ സമയത്ത് തന്നെ റഷ്യ നാറ്റോ രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടും. അതായത് നാറ്റോ സഖ്യത്തെ ഒരു സൈഡിലേക്ക് കെട്ടിയിടുന്നതിന് വേണ്ടിയിട്ടാണ് തായ്വാനെ ചൈന പിടിച്ചെടുക്കുകയും ചെയ്യും എന്ന്. അതുകൊണ്ട് നമ്മൾ കരുതിയിരിക്കണം ഒരു ലോക മഹായുദ്ധത്തിന് എന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. റഷ്യ അത് തള്ളിക്കളഞ്ഞു. ഇന്ന് വന്നിരിക്കുന്ന ഇന്നലെയും ഇന്നുമായി വന്ന 3 വാർത്തകൾ. ഒന്ന്, ശ്രീ ഡൊണാൾഡ് ട്രംപ് 50 ദിവസത്തെ ഒരു അന്ത്യശാസനം പുടിന് നൽകുന്നു. അതിനകം യുദ്ധം തീർക്കണമെന്ന് പറയുന്നു. അതിനുശേഷം ട്രംപ് പറയുന്നത്, റഷ്യയുടെ കയ്യിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർക്ക് ഞാൻ 100% താരിഫ് നൽകും എന്ന് പറയുന്നു. അത് ഒരു വാർത്ത. രണ്ടാമത് വീണ്ടും മാർക്ക് റുട്ടെ രംഗത്തെത്തുന്നു. അദ്ദേഹം പറയുന്നു, റഷ്യക്ക് മാത്രമല്ല, റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ ഉൾപ്പെടെ വാങ്ങുന്ന ഇന്ത്യ, ചൈന, ബ്രസീൽ എന്ന രാജ്യങ്ങൾ കനത്ത വില നൽകേണ്ടി വരും. നിങ്ങൾ ബുദ്ധിമുട്ടും. അതുകൊണ്ട് നിങ്ങൾ പുടിനെ സമ്മർദ്ദത്തിൽ ആഴ്ത്തിക്കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറയുന്നു. ഒപ്പം തന്നെ വന്ന മറ്റൊരു വാർത്ത, തായ്വാനിൽ സൈനിക അഭ്യാസം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. തായ്വാൻ സൈനിക അഭ്യാസം ആരംഭിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, തായ്വാനിലെ നഗരങ്ങൾക്ക് ചുറ്റും അവർ മിസൈലുകൾ വിന്യസിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ കൂടെയാണ് ലോകം കടന്നു പോകുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ നമ്മളുടെ കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി പറഞ്ഞത്, ലോകത്തേത് നിമിഷവും ഒരു 3ാം ലോക മഹായുദ്ധം ഉണ്ടാകാം, അതിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. അദ്ദേഹം അതിനായി പറഞ്ഞ കാര്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടതല്ലേ. ഇസ്രായേൽ ഇറാൻ വാറ്, ഉക്രൈൻ റഷ്യ വാറ്, അങ്ങനെ പലയിടത്തും സംഘർഷം നടക്കുന്നു. അത് ഒരുപക്ഷെ വികസിച്ച് ലോകയുദ്ധമായിക്കൂടാ എന്നില്ല. ഇനി മറ്റൊന്ന്, ഇന്ത്യ ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം റഷ്യയുടെ കയ്യിൽ നിന്ന് വലിയ രീതിയിൽ തന്നെ എണ്ണ വാങ്ങുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഒരുപക്ഷെ ഈ മാർക്ക് റുട്ടെ പറഞ്ഞത് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഒരു വലിയ വാർ എവിടെയോ ഒരുങ്ങുന്നു അണിയറയിൽ. ഒരുപക്ഷെ ചൈന തായ്വാൻ വാറിലായിരിക്കും അത് തുടക്കം. അത് റഷ്യയിലേക്ക്, അത് നാറ്റോ സഖ്യത്തിന് നേർക്ക് ഒരു ആക്രമണം വരാം. അതിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ ഇന്ത്യ കൂടുതൽ എണ്ണ സംഭരിക്കുന്നതിന്റെ ഭാഗമായിട്ടും ഇന്ത്യക്ക് ഒരുപക്ഷെ കൂടുതൽ എണ്ണ വാങ്ങുന്നതുമായിരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ ഇതിനകത്ത്. ഞാൻ പറഞ്ഞത് ഒരു പുകമറയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്, ഒരു വല്ലാത്ത അവസ്ഥയിൽ. ഇതിനിടയിൽ വരുന്ന മറ്റൊരു വാർത്ത, ഇറാനിലേക്ക് പോകുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് ഒരു മുന്നറിയിപ്പുമായി നമ്മുടെ ഇന്ത്യൻ എംബസി രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ഇന്ത്യൻ എംബസി പറയുന്നത്, അനാവശ്യമായി ഇറാനിലേക്കുള്ള എല്ലാ യാത്രകളും പൗരന്മാർ റദ്ദ് ചെയ്യണം, ഇന്ത്യൻ എംബസിയുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിക്കണം. ഒപ്പം തന്നെ ഇനി ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇനിയും മടങ്ങി വരാനുള്ള ഓപ്ഷൻസ് ലഭ്യമാണ്, നിങ്ങളത് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം. എന്നിട്ട് അവരതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ കുറെ ആഴ്ചകളായി ഞങ്ങൾ പശ്ചിമേഷ്യയിലെ സംഘർഷം വീക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മുന്നറിയിപ്പ് നൽകുന്നത് എന്നാണ്. അതിനോട് ചേർത്ത് വരുന്ന ഇന്റർനാഷണൽ മീഡിയാസിൽ വന്ന മറ്റൊരു വാർത്ത, ഇസ്രായേൽ ഏത് നിമിഷവും ഇറാനെ ആക്രമിച്ചേക്കാം. കാരണം ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നിറവേറിയിട്ടില്ല. കാരണം ഇപ്പോഴും ആണവായുധം ഉണ്ടാക്കാനുള്ള യുറേനിയത്തിന്റെ വലിയ ശേഖരം ഇറാനിലുണ്ട്. അതവർ ചില സ്ഥലത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കും, രഹസ്യമായി സൂക്ഷിച്ചു വെച്ചിരിക്കും. അത് നശിപ്പിക്കാൻ ഇസ്രായേലിനോ അമേരിക്കക്കോ കഴിഞ്ഞിട്ടില്ല. ഈ ആണവ കേന്ദ്രങ്ങൾ അറ്റാക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടും ഇത് നശിപ്പിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അത് പൂർണ്ണമായി നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇസ്രായേൽ ഒരു അടിക്ക് കൂടി തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ അതിനും കുറച്ച് ദിവസം മുമ്പ് ട്രംപിന്റെ വായിൽ നിന്ന് ഇത് കേട്ടു.
ട്രംപ് പറഞ്ഞത് ഞങ്ങളുടെ ബോംബർ വിമാനം മിഡിൽ ഈസ്റ്റിൽ തന്നെ ഉണ്ട്, തിരിച്ചു വന്നിട്ടില്ല എന്ന് പറഞ്ഞൊരു ഡയലോഗ് കേട്ടു. അതെ അതെ അത് ഹൂത്തികളെ അതെ വരട്ടാൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ പോലും അദ്ദേഹം അത് പറഞ്ഞു. അതായത് അവരുടെ സൈന്യത്തിൽ നിന്ന് പിൻവലിച്ചിട്ടില്ല, അവിടെ തന്നെ കിടപ്പുണ്ട്. ഇങ്ങനെ അതായത് ഏത് നിമിഷം, അതായത് നമ്മൾ പറഞ്ഞില്ല, ഈ വെടിമരുന്നിന്റെ ഒരു മലയുടെ മുകളിൽ ഇരിക്കുന്ന പ്രതീതിയാണ്. ഏത് നിമിഷവും ഇത് പൊട്ടിത്തെറിക്കാം. അത് എങ്ങനെ സംഭവിക്കുമെന്നറിയില്ല. ഈ ട്രംപിന്റെ വരട്ട് നടന്നിട്ടില്ല, കാരണം പുടിൻ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ തന്നെ ആക്രമണം നടത്തുന്നു. അമേരിക്കയാണെങ്കിൽ പേട്രിയറ്റ് ഉൾപ്പെടെയുള്ള മിസൈലുകൾ ഉക്രൈൻ കൊടുക്കാൻ തീരുമാനിക്കുന്നു. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്ത, ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയോട് ട്രംപ് ചോദിക്കുന്നത് നിങ്ങൾക്ക് മോസ്കോയെ ആക്രമിക്കാൻ കഴിയുമോ എന്നാണ്. അപ്പൊ സെലൻസ്കി പറയുന്നത് നിങ്ങൾ ഞങ്ങൾക്ക് ആയുധം തന്നാൽ ഞാൻ കയറി അടിക്കും, എനിക്ക് അതിനുള്ള ധൈര്യമുണ്ടെന്നാണ്. പിന്നീട് ട്രംപ് അത് തിരുത്തി പറഞ്ഞു. ട്രംപ് പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, ഞാൻ പറഞ്ഞത് മോസ്കോയെ ഒരിക്കലും ആക്രമിക്കരുത്, അങ്ങനെ ഒരു വലിയ വാറിലേക്ക് നിങ്ങൾ പോകരുത് എന്നാണ് പറയുന്നത്. എന്നിട്ട് പുട്ടിനെ ചീത്ത വിളിക്കുന്നുണ്ട്. പുട്ടിൻ ഒരു ഭ്രാന്തനാണെന്നും പകലൊക്കെ സമാധാനത്തെ കുറിച്ച് സംസാരിക്കും, രാത്രി ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ബോംബിടലാണ് ഇങ്ങനെ പണിയെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാകുന്നു, ട്രംപും പുട്ടിനുമായിട്ട് വളരെ അകൽച്ചയിലാണ്. ഇനി അവിടെ ഒരു കോംപ്രമൈസിന്റെ ചർച്ചയും കാര്യങ്ങളും നടക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. പിന്നെ നടക്കാനുള്ള സാധ്യത എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ പറഞ്ഞ കണക്ക് ചൈന, ഇന്ത്യ, ബ്രസീൽ, അതിൽ പ്രധാനപ്പെട്ട ചൈനയും ഇന്ത്യയുമാണ്, അതിൽ കൂടുതൽ പ്രധാനപ്പെട്ടത് ഇന്ത്യയുമാണ്. അപ്പൊ ഇന്ത്യ ഇനി പുട്ടിനിൽ പ്രഷർ ചെലുത്തണം. അതായത് ഉപരോധം വന്നാൽ നമുക്കൊക്കെ എണ്ണ മേടിക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്, നമ്മൾ കട്ടപ്പോകുക, അതുകൊണ്ട് എങ്ങനെങ്കിലും ഇത് നിർത്തണമെന്ന് പ്രഷർ ചെലുത്താൻ വേണ്ടിയിട്ടാണ് ഈ മാർക്ക് റുട്ടോ ഇപ്പോൾ ഈ പ്രസ്താവനയായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് റഷ്യ മാത്രമല്ല, അവരുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങുന്നവരും വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ പുട്ടിനോട് പറയണം ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് എന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യയും ചൈനയുടെയും തലയ്ക്ക് കെട്ടിവെക്കുകയാണ്. അതായത് ട്രംപ് ഒഴിഞ്ഞു, ഇന്ന് ഇപ്പൊ തന്നെ യുദ്ധം തീർക്കുമെന്ന് പറഞ്ഞ പോയ ആളിപ്പോ കൈവിട്ടു ആ സാധനം. കാരണം ഈ പറയുന്ന റുട്ടോ ഈ പ്രസ്താവന നടത്തുന്നതിന് മുമ്പ് US കോൺഗ്രസ് അംഗങ്ങളുമായി സംസാരിച്ചതിന് ശേഷമാണ് ഈ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തുന്നത്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ 50 ദിവസമാണ് കൊടുത്തിരിക്കുന്നത്. ട്രംപിന് മാനം രക്ഷിക്കണമല്ലോ. 50 ദിവസത്തിനുള്ളിൽ ഈ യുദ്ധം തീർന്നില്ലെങ്കിൽ തീർക്കാൻ വേറെ വഴിയില്ല. ട്രംപ് വിളിക്കുന്നിടത്ത് പുട്ടിനെ കിട്ടുന്നില്ല, പുട്ടിൻ വേറൊരു വഴിക്ക് പോകുന്നു. സെലൻസ്കിയാണ് ഇപ്പൊ ഏതായാലും ട്രംപ് സെലൻസ്കിയുമായിട്ട് ഒരു രമ്യതയിലാണ് ഇപ്പൊ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഈ ട്രംപ് ഇപ്പോൾ നാറ്റോയിലെ സഖ്യരാജ്യങ്ങളോട് ചോദിച്ചു എന്നാണ് പറയുന്നത്, ഒരു വാർ ഉണ്ടായാൽ നിങ്ങൾ ആരൊക്കെ കൂടെ നിൽക്കും എന്നുള്ളത്. ഒപ്പം തന്നെ നാറ്റോ രാജ്യങ്ങൾ വഴി ആയുധം കൊടുക്കാനുള്ള നീക്കം ഇപ്പൊ അമേരിക്ക തുടങ്ങിയിട്ടുണ്ട്. പുട്ടിൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പണി പാളും, ഞങ്ങൾ ഉക്രൈനെ അങ്ങോട്ട് മാറ്റി നിർത്തും, അഴി അവിടെ തരുമെന്നാണ് പുട്ടിനും പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ. ഇനി ഇതിനകത്ത് എന്തെങ്കിലും തരത്തിൽ ഇടപെടാൻ കഴിയുന്ന രാജ്യം, ചൈനയ്ക്ക് വലിയ റോൾ അതിൽ വഹിക്കാനില്ല. പിന്നെയുള്ള ഒരു രാജ്യം ഇന്ത്യ മാത്രമാണ്. കാരണം നരേന്ദ്രമോദി പുട്ടിനുമായിട്ടുള്ള നല്ല ബന്ധം വെച്ചു. ഇന്ത്യ ഇടപെടുമോ ഇല്ലയോ എന്ന് അറിയാനുള്ള ഒരു ടെസ്റ്റ് ഡോസ് ആണ് മാർക്ക് റുട്ടെ പറയുന്നത്. നിങ്ങൾ ഇടപെടണം, ഇടപെട്ട് ഇത് തീർത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ പണി കിട്ടുക എന്ന് ഒരു പേടിപ്പിക്കൽ നയമാണ് ചെയ്യുന്നത്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം ഇന്ത്യ കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങി ശേഖരിക്കുകയും ചെയ്യുന്നത്. പക്ഷെ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് അതിനൊരു നീക്കവും നടക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം ഇനി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരു നീക്കം അതിനുവേണ്ടി നടക്കില്ല. കാരണം അങ്ങനെ ഒരു നീക്കം നടത്തണമെന്നുണ്ടായിരുന്നെങ്കിൽ നരേന്ദ്രമോദി പോളണ്ടിന് പിന്നാലെ ഉക്രൈൻ സന്ദർശിച്ചപ്പോൾ അതിന്റെ ഒരു ചെറിയ നീക്കമെങ്കിലും നടത്താമായിരുന്നു. ഇല്ല, അത് നടക്കുമായിരുന്നു. അതിന് കഴിഞ്ഞ ശേഷമാണല്ലോ ഡൊണാൾഡ് ട്രംപ് അവിടെ അവതരിക്കുന്നത്. ട്രംപ് വന്നതോടുകൂടി അത് ചളവാക്കി കൊളവാക്കി ആകപ്പാടെ ആൾക്ക് ഇടപെടാൻ വയ്യാത്ത പരുവത്തിലേക്ക് അതൊരു ചെറിയ വ്രണം വലിയൊരു രീതിയിലുള്ള ഒരു സർജറിക്ക് പരുവത്തിലേക്കുള്ള ഒരു വലിയ മുറിവാക്കി അത് മാറ്റിയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ യാതൊരു തരത്തിൽ പുണ്ണാക്കി ഇതിനകത്ത് ഇടപെടാൻ സാധ്യതയേ ഇല്ല അതിൽ. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു അവസരം നന്നായി ഓർത്തു വെക്കുന്ന ചൈന, എനിക്ക് തോന്നുന്നത് ചൈന ആയിരിക്കാം ഒരുപക്ഷെ ആദ്യം അറ്റാക്ക് ആരംഭിക്കുന്നത്, യുദ്ധം ആരംഭിക്കുന്നത് ചൈന ആയിരിക്കാം. ഇപ്പൊ നിലവിൽ തായ്വാനിൽ അവർ സൈനികാഭ്യാസം തുടങ്ങിയിട്ടുണ്ട്. ചൈന കുറെ നാളായിട്ട് തായ്വാന്റെ ചുറ്റും കിടന്ന് സൈനികാഭ്യാസം നടത്തുന്നുണ്ട്. അതുകൂടാതെ ഇപ്പൊ തായ്വാൻ ഡയറക്റ്റ് അത് തുടങ്ങിയിട്ടുണ്ട്. അതാണ് എല്ലാവരും പറയുന്ന ഒരു യുദ്ധം ഉടനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അവർ ഈ ട്രയൽ തുടങ്ങിയിട്ടുണ്ട്, മിസൈലുകൾ വിന്യസിച്ചിട്ടുമുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ അമേരിക്കയ്ക്ക് വരാൻ പോകുന്ന ഒരു വലിയ കാര്യം, ഇല്ലെങ്കിൽ അമേരിക്ക വലിച്ചടയ്ക്കാൻ പോകുന്ന ഒരു വലിയ കാര്യം, 2 യുദ്ധമുഖങ്ങൾ തുറക്കുക അവർക്ക്. കാരണം ഒന്ന് ഈ പറയുന്ന റഷ്യക്കെതിരെ തുറക്കേണ്ടി വരും, മറ്റൊന്ന് തായ്വാനെതിരെ തുറക്കേണ്ടി വരും. പിന്നെ അത് എങ്ങോട്ടൊക്കെ തീപ്പൊരി ചിതറുമെന്ന് പറയാൻ കഴിയില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇസ്രയേലിന്റെ നിലപാട് നിർണായകമാകും. ഈ സമയം നോക്കി ഇസ്രയേൽ ഇറാനെ അടിക്കുമോ അറിയാൻ പറ്റില്ല നമുക്ക്. അല്ല, എന്റെ ഒരു ഡൗട്ട്, ഇതൊരു ചൈന കുറച്ച് ക്രൂക്കഡ് ആണല്ലോ. ചൈന കുറച്ച് ക്രൂക്കഡ് മൈൻഡ് ഉള്ള ഒരു ടീമാണ്. ചൈന ഈ ഡയറക്റ്റായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളതൊക്കെ വലിയ വായ്ത്താളം മാത്രമേ ഉള്ളൂ. ചൈനയെക്കാട്ടിലും ശക്തി കുറഞ്ഞ രാജ്യങ്ങളൊക്കെ ആയിട്ട് ചൈന ഡയറക്റ്റായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടേക്കാം. പക്ഷേ അമേരിക്കയുമായിട്ടൊരു യുദ്ധത്തിനൊന്നും ചൈന ഏർപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ തായ്വാനെ ചൈന അടിക്കുമെങ്കിലും അമേരിക്കയെ കൃത്യമായി അപ്പുറത്തെ സൈഡിൽ എൻഗേജ്ഡ് ആക്കി നിർത്തിയിട്ടായിരിക്കുമല്ലോ ചൈന. അങ്ങനെ എൻഗേജ്ഡ് ആണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ആയിരിക്കുമല്ലോ ചൈന ഇവിടെ യുദ്ധം തുടങ്ങുക. അപ്പൊ ചൈന ആദ്യം തന്നെ തായ്വാനെ കയറി അങ്ങ് ആക്രമിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ അമേരിക്ക ഡയറക്റ്റായിട്ട് വന്ന് ചൈനയെ പ്രതിരോധിക്കുമല്ലോ. മറിച്ച് ഇപ്പോൾ അമേരിക്കയും ഇറാനും, അല്ലെങ്കിൽ അമേരിക്കയും റഷ്യയും, അമേരിക്ക, നാറ്റോ, റഷ്യ
എന്നിങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം ഒരു യുദ്ധത്തിൽ അവിടെ ഏർപ്പെട്ടിരിക്കുമ്പോൾ ചൈന ഇവിടെ തായ്വാനെ പിടിച്ചടക്കുന്നതായിരിക്കുമല്ലോ ചൈനയ്ക്ക് കൂടുതൽ സുഖകരം. ഞാനിത് പറയാനുള്ള കാരണം ഈ ചൈന തായ്വാനെ ആക്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക ഇപ്പോൾ വലിയ സൈനിക വിന്യാസം അവിടെ നടത്തുന്നുണ്ട്, കുറെ നാളായിട്ട് നടത്തുന്നുണ്ട്. ഹെൽസ്കേപ്പ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞൊരു സ്ട്രാറ്റജി കൊണ്ടുവന്നിട്ട് ആളില്ലാത്ത സബ്മറൈനുകൾ കൊണ്ടിടുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കാനായിട്ട് കില്ലർ വെബ് എന്ന് പറഞ്ഞ് തിരിച്ചൊരു സ്ട്രാറ്റജി ചൈന ഇറക്കുന്നുണ്ട് ദക്ഷിണ ചൈന കടലിൽ. ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് ഈ കിം ജോങ് ഉന്നിന്റെ ഉത്തര കൊറിയയ്ക്ക് മുകളിലൂടെ അമേരിക്കയുടെ വ്യോമാഭ്യാസം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പല സ്ഥലങ്ങളിൽ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ അകത്ത് ഈ ഫ്ലൈറ്റ് കയറി വ്യോമാഭ്യാസം ചൈനയുടെ സഹായത്തോടുകൂടി നടത്തിയതോടുകൂടി റഷ്യ ചാടി ഇറങ്ങിയിട്ട് അമേരിക്കയോട് തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു. അതോടുകൂടി അമേരിക്ക പിൻവാങ്ങി. അത് വേറെ കാര്യം. കിം ജോങ് ഉന്നിനെ തൊട്ട് കഴിഞ്ഞാൽ അത് റഷ്യയെ തൊടുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന്റെ ഒരു ഉപകാര സ്മരണയ്ക്കായിട്ട് കിം ജോങ് ഉന്ന് ഒരു പറ്റം പട്ടാളിക്കാരെയും പതിനായിരക്കണക്കിന് പീരങ്കികളും വെടിയുണ്ടകളും റഷ്യക്ക് കൊടുത്തു. അപ്പോൾ യുക്രൈൻ യുദ്ധം വേറൊരു ലെവലിലേക്ക് മാറാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്ത പുറത്തു വരികയാണ്. അങ്ങനെ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ യുക്രൈൻ യുദ്ധം പരിണമിച്ച് നാറ്റോയുടെ യുദ്ധമായി മാറി അവിടെ ഒരു യുദ്ധം ആദ്യം സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയിലെ കൂടുതലുള്ളൂ. തീർച്ചയായിട്ടും സാധ്യത അങ്ങനെ തന്നെയാണ്. കാരണം ഇപ്പോൾ റഷ്യയുടെ ഭാഗത്തുനിന്ന് ഈ സംഘർഷം മുറുകുകയും റഷ്യയുടെ ഭാഗത്തുനിന്ന് ഒരു നീക്കം അതിപ്പോ ഒരുപക്ഷെ അതിന് ഇരയാകേണ്ടി വരുന്നത് പോളണ്ട് ആയിരിക്കാൻ സാധ്യതയില്ല. കാരണം നേരത്തെ മുതലേ തന്നെ പൊട്ടിൻ പറഞ്ഞത് UK-ക്കെതിരെ ആയിരിക്കും. നമ്മൾ തന്നെ മുമ്പ് വാർത്ത കൊടുത്തിരുന്നു UK-യുടെ പടക്കപ്പലും മറ്റുമൊക്കെ വരുന്ന വാർത്ത. അതിനൊരു ആക്രമണമുണ്ട്. കാരണം പുട്ടിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നാറ്റോയെ തകർക്കുക എന്നുള്ളതോ അമേരിക്ക തകർക്കുക എന്നുള്ളതോ അല്ല. അവരെയും കൂടെ വലിച്ചിട്ടില്ല. ഞാൻ എന്തായാലും മുങ്ങി ചാകാൻ പോവാണ്, വെള്ളത്തിൽ ഞാൻ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കരയിൽ നിൽക്കുന്നവന്റെ കാലെ പിടിച്ച് അവനും കൂടി ഇങ്ങ് പോരും, എല്ലാവരും കൂടി വെള്ളത്തിൽ കിടക്കട്ടെ എന്നൊരു ധാരണയിലാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. അല്ലാതെ അദ്ദേഹത്തിനൊന്നും നേടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും UK പിടിച്ചെടുക്കാനോ ഒന്നും അല്ല ചെയ്യുന്നത്. ഇതിനകത്തോട് വലിച്ചടയ്ക്കുക. ഈ സമയം ശരിക്കും വിനിയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന ചൈന തായ്വാനെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ അമേരിക്കയെ സംബന്ധിച്ച് അവർക്ക് ഈ അതായത് പെസഫിക് ഓഷ്യൻ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും പിന്നീട് ഈ നാറ്റോ സഖ്യത്തിന് ഉൾപ്പെടെ. കാരണം റഷ്യയെ പോലൊരു വലിയ രാജ്യം അവിടെ തുടങ്ങുന്നു. റഷ്യ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷെ അത് ഇറാൻ ഏറ്റുപിടിച്ചേക്കാം, ഇല്ലെങ്കിൽ റഷ്യയുടെ കൂടെ നിൽക്കുന്ന മറ്റവിടെ ഏറ്റുപിടിച്ചേക്കാം. ഇനി ഈ നാറ്റോ സഖ്യത്തിൽ പെടുന്ന പല രാജ്യങ്ങൾക്കും റഷ്യയോട് ആക്രമിക്കുന്നതിന് വലിയ താല്പര്യമുള്ളവരല്ല. അവർക്ക് റഷ്യയുമായി ചേർന്ന് കിടക്കുന്ന പലരും റഷ്യയുമായി വേണ്ട, ഈ പ്രശ്നത്തിനൊന്നും പോകണ്ട എന്ന് ആഗ്രഹിക്കുന്നവരും കൂടെയാണ് അവരും. അപ്പം അങ്ങനെയുള്ള രാജ്യങ്ങൾ നിസ്സഹകരിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ ആംഗിൾ മാറിപ്പോവും. ഈ അവസരം ഒരുപക്ഷെ മുതലെടുത്തുകൊണ്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷം വീണ്ടും മൂർച്ഛിച്ചേക്കാം. ഇനി ഈ അവസരം ഒരുപക്ഷെ ഇന്ത്യയും യൂട്ടിലൈസ് ചെയ്യുമോ എന്ന് നമുക്കറിയില്ല. കാരണം നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ സ്റ്റോപ്പ് ചെയ്തിട്ടുമില്ല. അപ്പം ഈ ഒരു അവസരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കൊള്ളരുതാഴ്മ വന്നാൽ, ഇല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മോശത്തരം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഇന്ത്യയും വരും. അപ്പൊ ഏതാണ്ട് ഏഷ്യയും മിഡിൽ ഈസ്റ്റും യൂറോപ്യൻ കൺട്രീസും എല്ലാം കൂടെ ചേരുന്ന ഒരു സംഘർഷത്തിലേക്ക് നീങ്ങും. അപ്പം അത് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കും സമാനമായി ഇന്ത്യ പറഞ്ഞു അങ്ങനെയുള്ളൊരു കാര്യം. നിതിൻ ഗഡ്കരി പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ സാധ്യത നിൽക്കുന്നു. എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്. ലോകം മുഴുവൻ ഇപ്പം യുദ്ധത്തെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. കാരണം അത് കണക്കത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിലും നമ്മൾ ഈ ഇന്റർനാഷണൽ മീഡിയാസ് നോക്കുമ്പോൾ എല്ലായിടത്തും യുദ്ധത്തിന്റെ മുന്നൊരുക്കമാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, നമ്മളത് മുൻപ് ഇവിടെ ചർച്ച ചെയ്തതാണ്. ഈ ലോകത്തെ എല്ലാ രാജ്യങ്ങളും വലിയ രീതിയിൽ ആയുധങ്ങൾ നിർമ്മിക്കുന്നുമുണ്ട്, ഇന്ത്യയും ചെയ്യുന്നുണ്ട്. ഇന്ത്യ വളരെ വേഗത്തിൽ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നു, മിസൈലുകൾ ഇഷ്ടംപോലെ നിർമ്മിച്ചു കൂട്ടുന്നു. ഒപ്പം തന്നെ നമ്മൾ കൂടുതൽ ആയുധങ്ങൾ നിർമ്മിക്കുന്നു. ഇപ്പൊ ഓരോ ദിവസവും നമ്മളുടെ പുതിയ മിസൈൽ പരീക്ഷണമാണ്. ഇന്നലെ ഒരു മിസൈൽ പരീക്ഷണം നടന്നു. 1500 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന വിഷ്ണു എന്ന് പറയുന്ന ഒരു മിസൈൽ. അത് ബ്രഹ്മോസിനേക്കാൾ ഡബിൾ ആണത്. ഭയങ്കര പവറാണ്, സൂപ്പർസോണിക്കിനും മുകളിലുള്ള ഒരു പവറിലാണത് പോകുന്നത്. അങ്ങനെ ദിവസം പ്രതി നമ്മളുടെ ആയുധ വിപണിയിൽ, ഇല്ലെങ്കിൽ നമ്മൾ ആയുധം നിർമ്മിക്കുന്ന കഥകൾ, ചൈനയുടെ പുതിയ വെപ്പൺസ് വരുന്ന കഥകൾ, ഒപ്പം തന്നെ മറ്റു രാജ്യങ്ങൾ ഒരുങ്ങുന്ന കഥകൾ. ഇതെന്തിനാണ് ഇത്രയും ധൃതി പിടിച്ച്? 2024 നമ്മളിത് കണ്ടിട്ടില്ല, 23 കണ്ടിട്ടില്ല, കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് നമ്മളിത് കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ വളരെ സ്പീഡിൽ എല്ലാവരും അത് വാങ്ങിക്കൂട്ടുന്നു, ഇല്ലെങ്കിൽ ശേഖരിക്കുന്നു. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാകിസ്ഥാൻ ആണെങ്കിൽ അവരുടെ വ്യോമസേന അപ്പാടെ കൊണ്ട് അമേരിക്കയ്ക്ക് കൊടുത്തു, നിങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്യുക, നിങ്ങളുടെ നേതൃത്വം ഉണ്ടെങ്കിലേ ശരിയാകൂ എന്ന് പറഞ്ഞ് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ എല്ലായിടത്തേക്കും അതിന്റെ ഒരു സഖ്യം, ഇല്ലെങ്കിൽ അതിന്റെ ഒരു നീക്കം നടക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പം മാർക്ക് റൂട്ടെ പറഞ്ഞതിനെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ഈ മാർക്ക് റൂട്ടെ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്കും ചൈനയ്ക്കും പ്രഷർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, പുട്ടിനെ പറഞ്ഞ് സമ്മതിപ്പിക്കാനായിട്ട്. പക്ഷെ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. ഇന്ത്യ ഇടപെടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഈ ഒരു വിഷയത്തിൽ. കാരണം ഇന്ത്യക്ക് ഇടപെടേണ്ട യാതൊരു കാര്യവുമില്ല ഇതിനകത്ത്. അപ്പൊ ഇന്ത്യ ഇടപെടാനുള്ള സാധ്യതകൾ കുറവുമാണ്.